വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു. അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനെഹോസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരമരുളി. ന്യായാധിപന്മാർ 20-ാം അധ്യായം 28-ാം തിരുവചനം. കർത്താവ് ഇസ്രായേലരുടെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നോഹാഹു മുതൽ കിഴക്ക് ഗബയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്കൊരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. സമൂഹം മുഴുവൻ ഒന്നുചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നി. ബെഞ്ചമിൻ ഗോത്രത്തിലെ അംഗസംഖ്യ വളരെ കുറവായിരുന്നതുകൊണ്ട് ബെഞ്ചമിൻ ഗോത്രക്കാരെ കൊണ്ട് ഇസ്രായേൽ പുത്രിമാരെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇസ്രായേൽ നേതാക്കൾ പറഞ്ഞു, എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമായി നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശത്തിന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. ന്യായാധിപന്മാർ 21-ാം അധ്യായം 18-ാം തിരുവചനം. അവസാനം ശീലോയിൽ നിന്ന് നൃത്തം ചെയ്യാൻ വന്ന യുവതികളെ അവശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ ഭാര്യമാരാക്കി. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. ന്യായാധിപന്മാർ 21-ാം അധ്യായം 25-ാം തിരുവചനം. ന്യായാധിപന്മാരുടെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.